ഓം ശാന്തി. സന്തോഷം വേണം, സമൃദ്ധി വേണം, നല്ല ആരോഗ്യം വേണം, നല്ല ബന്ധങ്ങൾ വേണം. ഇതൊക്കെ ആഗ്രഹിക്കാത്ത ആരുമില്ല. ഒരു മനുഷ്യന് ജീവിതത്തിൽ സ്വർഗം പോലെ ജീവിക്കുന്നുവെന്ന് പറയുന്നത് 4 കാര്യങ്ങളുടെ ആധാരത്തിലാണ്. നമ്മുടെ ഭാഷയിൽ പറയും, ആധ്യാത്മികമായ ഭാഷയിൽ പറയുകയാണെങ്കിൽ തന്, മന്, ധന്, ജൻ എന്ന് പറയും. തൻ മീൻസ് ശരീരം, മൻ മീൻസ് മനസ്സ്, ധനം ജനം. ജനം മീൻസ് ബന്ധുമിത്രാദികൾ. ഒരാൾക്ക് അവരെ സ്നേഹിക്കുന്ന ബന്ധുമിത്രാദികളും ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ളതായിരിക്കുന്ന അത്ര ധനവും നല്ല ആരോഗ്യവും നല്ല മനസ്സും ഉണ്ടെങ്കിൽ അവരുടെ ജീവിതം സ്വർഗത്തിലാണ് എന്ന് നമ്മൾ പറഞ്ഞു പോകും. ആ സ്വർഗതുല്യമായിരിക്കുന്ന ജീവിതം നമുക്ക് നേടിയെടുക്കാൻ ഇന്ന് കലിയുഗത്തിൽ നോക്കുമ്പോൾ നമ്മൾ എല്ലാം കൊണ്ടും നിറഞ്ഞ ആളുകളെ കാണാറേ ഇല്ല. ഒരു പക്ഷേ സന്തോഷം ഉണ്ടായിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം ധനവും സന്തോഷവും ഉണ്ടെങ്കിൽ ആരോഗ്യമില്ലാത്തവർ, ബന്ധങ്ങൾ തകർന്നവർ. ചിലർക്ക് നല്ല ആരോഗ്യമുണ്ട്, നല്ല ബന്ധങ്ങളും ഉണ്ട്, പക്ഷേ പൈസ ഇല്ലാത്ത എൻ്റെ കഷ്ടപ്പാട്. കുറേ ആളുകളെ സംബന്ധിച്ചിടത്തോളം ധനമുണ്ട്, അവരെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്, പക്ഷേ അവരെ ആരോഗ്യം മോശമായതുകൊണ്ട് സന്തോഷിക്കാൻ പറ്റാത്തവർ, വിജയം നേടാൻ പറ്റാത്തവർ, ഇങ്ങനെ എന്തെങ്കിലും ഒന്നിൻ്റെ കുറവുള്ളവരാണ് ഈ കലിയുഗത്തിൽ 99% ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുക. എന്തുകൊണ്ടാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യത്തിൽ ചെറിയൊരു നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ നഷ്ടത്തിലേക്ക് തന്നെ പോകുന്നത്? ആരോഗ്യത്തിൻ്റെ കാര്യമാവട്ടെ, പലപ്പോഴും പലരും പറയാറുണ്ട്, ഒരു രോഗം ഉണ്ടായിട്ട് ഡോക്ടറെ കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മാലയായിട്ട് ഒന്ന് അല്ലെങ്കിൽ അടുത്തത് രോഗങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു ബിസിനസ്സിൽ ചെറിയൊരു നഷ്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ അതുമൊന്ന് തുടർച്ചയായിട്ട് നഷ്ടം വന്നുകൊണ്ടേയിരിക്കുകയാണ്. ബന്ധങ്ങളിൽ എന്തെങ്കിലും ഒരു ചെറിയ വിള്ളൽ വന്നു കഴിഞ്ഞാൽ അത് അകന്നകന്ന് എവിടേക്കോ പോവുകയാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ നമ്മൾ കാണാൻ കാരണം? ഇതിനുള്ള സൊല്യൂഷൻ, ഇതിനൊരു പരിഹാരം നമുക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റും? ഇത് തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയവും. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ലൈഫിൽ സാമ്പത്തികമായിരിക്കുന്ന എന്തെങ്കിലും ഒരു ചെറിയ തോൽവി വരുമ്പോഴത്തേക്കും അതുവരെ തൊട്ടതെല്ലാം പൊന്നാക്കി മുന്നോട്ട് പോയിരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം തോൽവി സംഭവിക്കുമ്പോഴത്തേക്കും മനസ്സങ്ങ് തളർന്നു പോകും. അയ്യോ, ഇതെന്ത് പറ്റിപ്പോയി എനിക്കെന്നായി. അത് കഴിഞ്ഞു കഴിയുമ്പോൾ അടുത്ത കാര്യം ചെയ്യാൻ പോകുമ്പോഴത്തേക്കും അതുവരെ ഞാൻ ചെയ്തതെല്ലാം ശരിയാകും എന്ന ദൃഢവിശ്വാസത്തോടെ മുന്നോട്ട് പോയിരുന്ന ആൾ രണ്ടാമത്തൊരു കാര്യം, ഒരു തോൽവിക്ക് ശേഷം ഒരു സ്റ്റെപ്പ് വെക്കേണ്ടി വന്നാൽ ഇത് ജയിക്കോ തോൽക്കോ എന്നുള്ളതായിട്ടുള്ള സംശയത്തിൻ്റെ ആധാരത്തിൽ സ്റ്റെപ്പ് വയ്ക്കും. സംശയത്തിൻ്റെ ആധാരത്തിൽ സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ ചിലപ്പോൾ ജയിക്കാം, ചിലപ്പോൾ തോൽക്കാം. രണ്ടാമത് ഒരു തോൽവി കൂടിയാണ് സംഭവിക്കുന്നതെങ്കിൽ എനിക്ക് എന്തോ പ്രശ്നമാണ്, എനിക്കെന്തോ സമയം മോശമായിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് ഞാൻ കുരുങ്ങിപ്പോവുകയാണ്, എനിക്ക് സംതിങ് റോങ് സംഭവിച്ചിട്ടുണ്ട്. ഇത്തരം നമ്മുടെ ഉള്ളിൽ നിന്ന് ആ വേദന വരാനായിട്ട് തുടങ്ങും. അവിടെ നിന്നിട്ടിട്ട് പിന്നെ എന്ത് ചെയ്യാൻ നോക്കിയാലും താഴോട്ട് മാത്രമായിരിക്കും. ഇത് ബന്ധങ്ങളുടെ കാര്യത്തിലാണെങ്കിലും അങ്ങനെയാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മുടെ റിലേഷൻഷിപ്സിൻ്റെ ഉള്ളിൽ സംഭവിച്ചാൽ അത് ബന്ധം എന്തോ ആയിക്കോട്ടെ, മാതാപിതാക്കളും മക്കളും ആവാം, അല്ലെങ്കിൽ പതി പത്നിമാരായിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം, നിങ്ങളുടെ ഓഫീസിൽ റിലേഷൻ ആയിരിക്കാം, പ്രൊഫഷണൽ ആയിരിക്കാം, റിലേഷൻ എന്തും ആയിക്കൊള്ളട്ടെ, അഥവാ എന്തെങ്കിലും ഒരൊരസൽ സംഭവിക്കുകയാണെങ്കിൽ അതിനെ മിണ്ടാതെ അങ്ങനെ വെച്ചുകൊണ്ട് പോവരുത്. അതിനൊരു സൊല്യൂഷൻ കാണാൻ വേണ്ടിക്കൊണ്ട് ഒന്നുകിൽ നമ്മുടെ ക്ഷമാപണത്തിൻ്റെ മെത്തേഡ് ഉപയോഗിക്കുക, അതല്ലെങ്കിൽ പോനോ മെത്തേഡ് ഉപയോഗിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് അവരോട്, നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചാൽ തെറ്റ് പറ്റാത്ത 6 മനുഷ്യന്മാരാണ് ഉള്ളത്. അതുകൊണ്ട് തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് സംഭവിച്ചു പോയി, സോറി എന്ന് പറഞ്ഞുകൊണ്ട്, സപ്പോസ് മേലെ നമ്മൾ സോറി പറയുന്ന തെറ്റ് സംഭവിച്ചത് വേറെ വലിയൊരാളുടെ അടുത്താണെങ്കിൽ ഒരു പക്ഷേ ആ നിമിഷം അവർ സ്വീകരിക്കില്ലായിരിക്കും. എന്നാലും സോറി പറയുമ്പോൾ അവരുടെ ഹൃദയം ഉരുകാതിരിക്കില്ല. ആ റിലേഷൻ തകരാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇങ്ങനെ എന്തൊരു കാര്യം വരുമ്പോഴും നമ്മൾ ആ നിമിഷത്തിൽ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുന്നില്ല എങ്കിൽ അത് വീണ്ടും അത്തരം സന്ദർഭങ്ങളെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് ബന്ധമാണെങ്കിൽ തകർക്കും. ഇനി എന്തുകൊണ്ടാണ് ഡോക്ടറെ കണ്ട് മരുന്ന് കഴിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെയും പോകേണ്ടി വരുന്നത്? ഞാൻ ഈ അടുത്തിടെ കാണുന്നതായിട്ട് ഒരു ട്രെൻഡാണ്. എല്ലാ മനുഷ്യന്മാരും ഇപ്പോൾ അറിവ് പലപ്പോഴും അപകടകാരിയാകുന്നു എന്ന് പറയുന്നത് ചില സന്ദർഭത്തിൽ ഇവിടെയാണോ എന്ന് എനിക്ക് തോന്നാറുണ്ട്.
ഏതൊരു മെഡിസിൻ ഡോക്ടർ എഴുതിയാലും. പണ്ടത്തെ കാലത്ത് ഡോക്ടർ മെഡിസിൻ എഴുതി കൊടുത്താൽ വിശ്വാസത്തോടെ ആ മരുന്ന് വാങ്ങിച്ച് കഴിക്കുക എന്നുള്ളതായിരുന്നു ഡോക്ടറെ കാണാൻ പോകുന്നതായിട്ടുള്ള പേഷ്യൻസ്, രോഗികൾ ചെയ്യാറ്. ഇപ്പോൾ ഡോക്ടർ ഒരു മരുന്ന് കൊടുത്താൽ അതിലെന്തെല്ലാം കണ്ടൻസ് ഉണ്ട് നോക്കിക്കൊണ്ട് ഉടനെ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്തുകൊണ്ട് ആ മെഡിസിന് എന്തെല്ലാം സൈഡ് എഫക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് ആദ്യം ആൾക്കാർ പഠിക്കുന്നത്. അത് കഴിഞ്ഞ ശേഷം നിവൃത്തിയില്ല, ഇതിനിങ്ങനെ സൈഡ് എഫക്റ്റൊക്കെ ഉണ്ട്, എന്നാലും തൽക്കാലം രോഗം മാറാൻ അത് കഴിക്കുകയല്ലാതെ വേറെ പോകാൻ വഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരുപാട് പേര് ഇന്നത്തെ കാലത്ത് മരുന്ന് കഴിക്കുന്നത്. ശരിക്കും മരുന്ന് കഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിലൊരു ഗുളിക കിട്ടുമ്പോൾ ഈവൻ ഹൈ ഡോസുള്ള മെഡിസിൻ, ഞാൻ എൻ്റെ ലൈഫിൽ പലപ്പോഴും പ്രാക്ടിക്കലാക്കി നോക്കാറുള്ള കാര്യമാണ്. ഒരു സ്ട്രോങ് മെഡിസിൻ, ഇപ്പോൾ ഒരു ഡോളോ 650യോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആൻറ്റിബയോട്ടിക്കോ ഒക്കെ കഴിച്ചിട്ട് ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന സമയമാവാം, അല്ലെങ്കിൽ ഒരു ഷൂട്ടിംഗ് ചെയ്യേണ്ട സമയമായിരിക്കാം. ഇത് നമുക്ക് മാറ്റി വെച്ച് വേറൊരു ദിവസം മാറ്റാനുള്ളതായിട്ടുള്ള സമയം ഉണ്ടാവില്ല. വളരെ ടൈറ്റ് ഷെഡ്യൂളിൽ നമ്മൾ ഈ പ്രോഗ്രാം ചെയ്ത് അത് കഴിഞ്ഞ് അടുത്ത ദിവസം അടുത്ത പ്രോഗ്രാം, ഇങ്ങനെ ടൈം ഷെഡ്യൂളിൽ പോകുമ്പോൾ ഒരു ദിവസത്തെ കാര്യം നമുക്കിങ്ങനെ മാറ്റി വെക്കേണ്ടി വന്നാൽ ഒരു 99% നമുക്കത് പിന്നെ വീണ്ടും ഒരു സമയം കണ്ടെത്തുക എന്നുള്ളത് ഭയങ്കര റിസ്ക് ആയിരിക്കും. അതുകൊണ്ട് അധികവും ചിലപ്പോഴൊക്കെ ഇങ്ങനെ സാഹചര്യം വന്നാൽ മെഡിസിൻ കൊടുത്തുകൊണ്ട് അതിനെ ഒന്ന് മാറ്റിവെച്ച് അത് രാത്രിയോ അല്ലെങ്കിൽ കുറച്ച് വേറെ ഏതെങ്കിലും സമയത്ത് കുറച്ച് റെസ്റ്റ് എടുത്ത് മാനേജ് ചെയ്യേണ്ടതായിട്ടുള്ള അവസ്ഥ പലപ്പോഴും വരാറുണ്ട്. ഇതെനിക്ക് മാത്രമൊന്നുമല്ല, ജീവിതത്തിൽ തിരക്ക് പിടിച്ച് മുന്നോട്ട് പോകുന്ന, പുരോഗതിയുടെ യാത്രയിലേക്ക് മുന്നോട്ട് പോകുന്ന എല്ലാവർക്കും ഉണ്ടാകുന്ന അവസ്ഥകൾ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. അതുകൊണ്ട് നമുക്ക് മെഡിസിൻ കഴിക്കുമ്പോൾ ഞാൻ ചെയ്യാറുള്ള ടെക്നിക്ക്, എൻ്റെ കയ്യിൽ ഒരു പനിയുടെ ഗുളിക കഴിച്ചിട്ട് വേറൊരാൾ പനിയുടെ ഗുളിക കഴിച്ചാൽ ക്ഷീണം പറഞ്ഞ് കിടക്കുന്ന സമയത്ത് എനിക്ക് അത്രയും എഫക്റ്റ് ചെയ്യാറില്ല. ഒന്നാമത്തെ കാര്യം, അതിനാവശ്യത്തിനുള്ള വെള്ളം കുടിക്കാനും പിന്നെ അഥവാ എന്തെങ്കിലും വേണമെങ്കിൽ അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു ഉപ്പും പഞ്ചസാരതായിട്ടുള്ള വെള്ളം എടുത്ത് കുടിക്കുക, നാരങ്ങ വെള്ളം ഉണ്ടാക്കി കുടിക്കുക, അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ശരീരത്തിന് വേണ്ട പോഷണം ആ സമയത്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാറുണ്ട്. വല്ല വൈറ്റമിൻ ഗുളിക കഴിക്കണമെങ്കിൽ കഴിച്ചുകൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കാറുണ്ട്. അതിലൊക്കെ ഉപരിയായിട്ട് ഒരു മരുന്ന് കഴിക്കേണ്ടി വരുമ്പോൾ ഇത് മരുന്ന്, ഇത് ഗുളിക, അയ്യോ എന്ന് പറഞ്ഞ് ഒരിക്കലും കഴിക്കാറില്ല. എൻ്റെ കയ്യിലേക്ക് ഒരു മരുന്ന് എത്തുന്ന സന്ദർഭത്തിൽ ഞാൻ വിചാരിക്കുക ആ മരുന്നിന് ദൃഷ്ടി കൊടുത്തുകൊണ്ട്, നമ്മൾ ദൃഷ്ടി കൊടുക്കാൻ വരെ നമ്മളത് നോക്കിക്കൊണ്ട് പറയും ഇത് ഹീലിംഗ് കണങ്ങളാണ്. ഇനി സാധിക്കുമെങ്കിൽ ഞാൻ 2 കൈ കൊണ്ട് പിടിക്കാൻ പറ്റുമെങ്കിൽ ഈ കൈ കൊണ്ട് ഈ കൈനെ പൊത്തി പിടിച്ചിട്ട് ഇങ്ങനെ മരുന്ന് പിടിച്ച് പറയാറുണ്ട്, ഇത് ഹീലിംഗ് കണങ്ങളാണ്. ഇത് പോയിട്ട് എൻ്റെ ശരീരത്തിൽ എന്തെല്ലാം രീതിയിൽ ദോഷം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ അതിനെയൊക്കെ മിനിറ്റുകൾ കൊണ്ട് പരിഹരിച്ച് എന്നെ ഫ്രഷാക്കുന്ന സാധനമാണ്. ഇത് അത്രയും അമൂല്യമായിരിക്കുന്നൊരു അമൃതം കുടിച്ച് ഞാൻ ശരീരത്തെ പുനരുജ്ജീവിപ്പിക്കുകയാണ് എന്നൊക്കെ സങ്കല്പിച്ച് അതിന് ഊർജം കൊടുത്തിട്ടാണ് ഞാൻ ആ മരുന്നിനെ കഴിക്കാറ്. അങ്ങനെ കഴിക്കുമ്പോൾ ഒരു പക്ഷേ ആ മരുന്നിന് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുള്ളതാണെങ്കിലും ആ മരുന്ന് കഴിച്ച് മറ്റുള്ളവർ തളർന്നുറങ്ങുന്ന സമയമാണ്, സഡേഷൻ ഉള്ളതാണ്, എന്തൊക്കെയോ പറഞ്ഞോട്ടെ, എന്നെ അങ്ങനെയൊന്നും ബാധിക്കാറില്ല. ബിക്കോസ് ഞാൻ ആ സാധനത്തിന് അതിങ്ങനെയുള്ളതാണെന്ന് വിചാരിച്ച് കഴിക്കാറില്ല, ഇത് അമൃതമാണെന്ന് വിചാരിച്ചാൽ കഴിക്കാറ്. അഥവാ ആയുർവേദ മരുന്ന് കഷായമാണെന്ന് വിചാരിക്കുക കയ്യിൽ കിട്ടുന്നത്. ഞാൻ വിചാരിക്കാറ് എത്രയോ അമൂല്യമായിരിക്കുന്ന വേരുകളും മരുന്നുകളും ചേർത്ത് എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ അമൃതമാണ് എന്ന് സങ്കല്പിച്ച് ആ കഷായം കുടിക്കുമ്പോൾ അതിൻ്റെ കയ്പ്പ് പോലും അറിയാറില്ല. കാരണം നമ്മുടെ മനസ്സാണ് ആ കാര്യത്തെ കൂടുതൽ കടുപ്പമുള്ളതാക്കി മാറ്റുന്നത്. അത് സിറ്റുവേഷൻ ആവട്ടെ, ആരോഗ്യമാവട്ടെ, ആഹാരമാവട്ടെ, കഴിക്കുന്ന ആഹാരം പോലും ഭഗവാനെ ഓർത്തുകൊണ്ട് ഇത് ഈശ്വരൻ്റെ ഭഗവാന്റെ ഭണ്ഡാരത്തിൽ ഉണ്ടാക്കി എനിക്ക് അമൃത് തന്നിരിക്കുകയാണ്, ഇത് ഈ ശരീരത്തിൽ ഓരോ കണങ്ങളെയും ശക്തിശാലിയാക്കിക്കൊണ്ട് സേവനത്തിലൂടെ മുന്നോട്ട് പോകാനുള്ള ഊർജം ഉണ്ടാക്കാനുള്ള അമൃതാണ് എന്ന് സങ്കല്പിച്ച് കഴിക്കുമ്പോൾ ആഹാരവും അമൃതായി മാറും, മരുന്നും അമൃതായി മാറും. നമ്മൾ കുടിക്കുന്ന വെള്ളം പോലും അമൃതം പോലെ നമുക്ക് ശക്തി തരും, നമുക്ക് വേണ്ടതായിരിക്കുന്ന സ്വപ്നങ്ങൾ നമ്മളിലേക്ക് കൊണ്ടുവരും. അതിനെക്കുറിച്ചൊക്കെ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിൽ നിങ്ങൾ മരുന്ന് കഴിക്കുകയാണെങ്കിൽ, ഒരിക്കൽ ഡോക്ടറെ പോയി കണ്ട് മരുന്ന് കഴിക്കേണ്ടി വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രോഗം തുടങ്ങിയെന്ന് കരുതിയിട്ട് അത് തന്നെ നമ്മളെ അങ്ങ് താഴ്ത്തിക്ക് കൊണ്ടുപോകുന്ന അവസ്ഥ ഉണ്ടാവില്ല. എന്തിനും അതിജീവിക്കാൻ നമുക്ക് ആവശ്യം ആദ്യം മനസ്സിൻ്റെ മാറ്റാണ്. അതുകൊണ്ട് ഇല്ലായ്മയെ ഫീൽ ചെയ്യാതെ, ധനം കുറവുണ്ടെങ്കിൽ പലപ്പോഴും ഞാൻ പറഞ്ഞു കേൾക്കാറുണ്ട്, പല കാര്യങ്ങൾക്ക് പറയുമ്പോഴും അയ്യോ ഒരു കാര്യത്തിന് പറയുമ്പോഴത്തേക്കും അയ്യോ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലല്ലോ, നമുക്ക് എങ്ങനെയാണ് അത് ചെയ്യാൻ പറ്റുക, എവിടേക്കെങ്കിലും പോകേണ്ട ഒരു കാര്യം പറഞ്ഞാൽ അയ്യോ നമുക്കൊഴിവുണ്ടാവില്ല, നമുക്ക് പോകാൻ പറ്റില്ല. ആദ്യം നമ്മുടെ മൈൻഡിൽ നിന്ന് വരുന്ന ഫസ്റ്റ് തോട്ട് നെഗറ്റീവായിരിക്കും. നെഗറ്റീവായിരിക്കുന്ന ഇല്ലായ്മയുടെ, അത് സാധനത്തിൻ്റെ ഇല്ലായ്മയാവാം, ആരോഗ്യത്തിൻ്റെ ഇല്ലായ്മയാവാം, സംബന്ധങ്ങളുടെ സുഖത്തിൻ്റെ ഇല്ലായ്മയാവാം, ധനത്തിൻ്റെ ഇല്ലായ്മയാവാം. അതിനൊക്കെ ഉപരിയായിട്ട് ഈ അടുത്തിടെ ഒരു ട്രെൻഡ് മനുഷ്യന്മാർക്ക് എന്താണെന്നറിയോ,
എന്തിനാ സമയം ഉപയോഗിക്കണമെന്ന് ചോദിച്ചാൽ അതവർക്ക് അറിയേയില്ല. എന്തിനൊക്കെയോ വേണ്ടി രാവിലെ മുതൽ രാത്രി വരെ ജീവിക്കും. അവനവന് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കാൻ, എന്തെങ്കിലും കാര്യം ചെയ്യാൻ, ചെറിയ മക്കൾ മുതൽ വൃദ്ധരായവർക്ക് വരെ സമയമില്ല. ഇല്ലായ്മകളെ മാത്രം വർണ്ണിക്കുന്ന സംസ്കാരം. അതുകൊണ്ടാണ് എന്ത് കാര്യം നമ്മൾ താഴത്തേക്കൊരു യാത്ര തുടങ്ങിയോ അത് താഴെ പോയി നമ്മളെ ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത്. അതുകൊണ്ട് ആ ഒരു തോട്ട് പാറ്റേൺ, ആ ഒരു മനസ്സിൻ്റെ സെറ്റപ്പ്, ആ ഒരു ചിന്തകളുടെ കൂട്ടത്തിന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ നമ്മൾ തയ്യാറാവണം. എന്താണോ ഉള്ളത്, ഓക്കെ, കറിയില്ല, ചോറേ ഉള്ളൂ വിചാരിച്ചോളൂ, ചോറും ഒരു ചമ്മന്തി ഉണ്ടല്ലോ, എന്നാലും വിശപ്പിന് കഴിക്കാൻ ആഹാരം ഉണ്ടല്ലോ എന്ന് സന്തോഷിച്ചുകൊണ്ട് എൻ്റെ ഭഗവാനെ അന്നം തന്നതിന് നിനക്ക് നന്ദി എന്ന് പറഞ്ഞ് കഴിച്ചു നോക്കിയേ, നാളെ ചോറും കറിയും നിങ്ങൾക്ക് കിട്ടും. ഇന്ന് അത്യാവശ്യത്തിന് ബസ്സിൽ പോയി വരാനുള്ളതായിട്ടുള്ള ബസ് ചാർജ് എനിക്കുണ്ടല്ലോ, നീ എനിക്കിത് തരുന്നുണ്ടല്ലോ ഭഗവാനെ, ഐ എം സോ ഹാപ്പി, ഐ എം താങ്ക്ഫുൾ ടു യു നിങ്ങൾ പറഞ്ഞു നോക്കിയേ, നാളെ നിങ്ങൾക്ക് പോകാനുള്ള വണ്ടി നിങ്ങളുടെ അടുത്ത് എത്തിച്ചേരും. നിങ്ങൾക്ക് എമർജൻസി ഒരു പൈസയുടെ ആവശ്യം വരുമ്പോൾ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ ആ പൈസ കിട്ടിയില്ലെങ്കിൽ പോലും, എവിടെ നിന്നെങ്കിലും അറേഞ്ച് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചുവെങ്കിൽ പോലും, ആവശ്യത്തിന് ഉപയോഗിക്കാൻ ധനം എന്ന നിധി നീ എനിക്ക് തന്നല്ലോ ഭഗവാനെ, താങ്ക് യു എന്ന് പറഞ്ഞു നോക്കിയേ, ആ കടം വീട്ടാനുള്ള പൈസ നിങ്ങളുടെ അടുത്തേക്ക് വന്നു ചേരും. കിട്ടുന്ന ഓരോ കണത്തിലും ഈശ്വരനോട് നന്ദി പറഞ്ഞുകൊണ്ട് പോസിറ്റീവ് എനർജിയെ മനസ്സിൽ നിറയ്ക്കുകയാണെങ്കിൽ, കൊച്ചു കാര്യങ്ങളെ അപ്പം വിട്ട് അതിനെ പിന്നേക്ക് വെക്കാതെ അതിനെല്ലാം തന്നെ ഒരു ചെറിയ മുറിവുണ്ടാകുമ്പോൾ ഉടനെ അതിന് മരുന്ന് വെച്ച് നമ്മൾ ട്രീറ്റ് ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ അത് വലിയ മുറിവാവാതെ നമ്മളെ സഹായിക്കും. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ടല്ലോ, സ്റ്റിച്ച് ഇൻ ദ ടൈം സേവ്സ് ദ നൈൻ എന്ന്. ഒരു പ്രാവശ്യം ഒരു ചെറിയ കീറലുണ്ടാകുമ്പോൾ അതിന് തുന്നിക്കഴിഞ്ഞാൽ അത് വലിയ കീറലുണ്ടാവാതെ 9 തുന്നലുണ്ടാവാതെ രക്ഷിക്കാമെന്ന്. അതുപോലെ ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും ഒരു കൊച്ചു കാര്യം, ഒരു മിസ്റ്റേക്ക് ഉണ്ടാകുമ്പോൾ അതിനൊരു സൊല്യൂഷൻ കാണാൻ, അതിനൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടുകൂടി അതിനെ ഫേസ് ചെയ്യാൻ വേണ്ടിക്കൊണ്ട് നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ ഒരു സംശയവുമില്ല, എല്ലാ കൊച്ചു കാര്യങ്ങളെയും വലുതാവാതെ വലിയ കാര്യങ്ങളെപ്പോലും ചെറുതാക്കിക്കൊണ്ട് എപ്പോഴും സന്തോഷവും ധനവും അഭിവൃദ്ധിയും സമൃദ്ധിയും ആരോഗ്യവും എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. പക്ഷെ അതിന് ആദ്യം അവനവന് ട്രെയിനിങ് ചെയ്യണം. ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, രാജയോഗ മെഡിറ്റേഷൻ്റെ പഠനം നിങ്ങളെ എല്ലാ രീതിയിലും ഒരു സമ്പൂർണ്ണമായിരിക്കുന്ന വികാസത്തിന് ഉതകുന്നതായിരിക്കുന്ന കാര്യമാണ്. കഴിയുമെങ്കിൽ അടുത്ത സെൻറ്ററിൽ പോകണം, രാജയോഗ മെഡിറ്റേഷൻ പഠിക്കണം. ഇനി അഥവാ നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് സെൻറ്റർ ഒന്നും ഇല്ല എന്ന് വിചാരിക്കൂ, ഞാൻ രാജയോഗത്തിൻ്റെ ബേസിക് കോഴ്സ് എടുക്കുന്ന ക്ലാസ്സിന് അങ്ങനെ തന്നെ വീഡിയോ ഇട്ടുകൊണ്ട് BKS കാലിക്കറ്റ് എന്നൊരു ചാനലുണ്ട്, BKS കാലിക്കറ്റ് എന്ന ഒരു ചാനലുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ രാജയോഗ ശിബിരം നടിച്ചാൽ നിങ്ങൾക്ക് കാണാം. 7 ദിവസത്തെ ക്ലാസ് അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ ക്ലാസ് കേൾക്കുകയാണെങ്കിൽ ആ ഒരു ദിവസം ആ ക്ലാസ്സേ കേൾക്കാവൂ. ഇതൊരു വീഡിയോ ആകുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ 1, 2, 3 കണ്ടിന്യൂസ് കണ്ടുകൊണ്ടിരുന്നാൽ നിങ്ങൾക്കൊരിക്കലും അതിൻ്റെ പൂർണ്ണമായ പ്രാപ്തി കിട്ടില്ല. ഒരു മെഡിറ്റേഷൻ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യുന്നുള്ളതായിട്ടുള്ള ഫീലിങ്ങോട് കൂടി കുളിച്ച് ശുദ്ധമായി നിങ്ങളുടെ വീട്ടിൽ രാവിലെയോ വൈകുന്നേരമോ ഏതെങ്കിലും ഒരു സമയത്ത് സാധിക്കുമെങ്കിൽ വീട്ടിലെല്ലാവരും കൂടി ഇരുന്ന് കേൾക്കൂ. വീടിൻ്റെ അന്തരീക്ഷം തന്നെ പോസിറ്റീവായിട്ട് മാറും. നിങ്ങൾക്ക് ഒറ്റയ്ക്കേ പറ്റുള്ളൂ എങ്കിലും നിങ്ങളതിന് കൃത്യമായ വിധപ്രകാരം കേൾക്കുകയും അതിലെ പോയിൻറ്റ്സിനെ മനസ്സിലാക്കുകയും, ഇനി ആ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ സിസ്റ്റർക്ക് വോയിസ് മെസ്സേജോ ടെക്സ്റ്റ് മെസ്സേജോ അയക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ സംശയത്തിനുള്ള നിവാരണം തരാം. ബേസിക് കോഴ്സ് കേട്ട ശേഷം നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അഡ്വാൻസ് ക്ലാസ്സിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് പഠിക്കാം. ദൂരെയാണ്, ഒരു കാരണവശാലും പോകാൻ സാധ്യമല്ല എന്നുള്ളവർക്ക് ഓൺലൈനിൽ എടുക്കുമോ എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നു. പക്ഷേ ഈ ഓഫ്ലൈൻ ക്ലാസ്സുകളും നമ്മുടെ മറ്റെല്ലാ പ്രോഗ്രാംസിൻ്റെ ഇടയിൽ കൂടെ ഓൺലൈൻ പറയുന്നത് ഒരു റിസ്ക് ആവുകയാണ്. അതുകൊണ്ട് ഓൺലൈനിൽ തന്നെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ രീതിയിലും പഠിക്കാവുന്നതാണ്. സിസ്റ്റർ സംശയങ്ങൾക്ക് സൊല്യൂഷൻ തീർച്ചയായിട്ടും തരും. പഠിക്കാൻ നോക്കൂ. മെഡിറ്റേഷൻ ജീവിതത്തെ മാറ്റിമറിക്കുന്നതായിരിക്കുന്ന ഒറ്റമൂലിയാണ്. അത് സ്വന്തമാക്കിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ കൊച്ചു മുറിവുകളെ അവിടെ തന്നെ ഹീൽ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഒരിക്കലും നഷ്ടപ്പെടാത്ത സന്തോഷവും ആരോഗ്യവും സമൃദ്ധിയും കൊണ്ട് മുന്നോട്ട് തന്നെ ജീവിതത്തെ നയിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് അങ്ങനെ സാധിക്കട്ടെ എന്ന് സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.